ഞെട്ടിപ്പിച്ച താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിൽ പുതിയ വഴിത്തിരിവ്. കേസിലെ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് ബെഞ്ചും കുര്യാൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചുമാണ് ഈ നിർണായക വിധി പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകളിൽ ജാമ്യം ലഭിക്കാൻ പ്രയാസമാണെങ്കിലും കോടതിയുടെ ഈ തീരുമാനം നിയമവൃത്തത്തിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു വശത്ത് കുറ്റം ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ അവസരം ലഭിക്കുമ്പോൾ മറുവശത്ത് നീതിക്കായി കാത്തിരിക്കുന്ന ഷഹബാസിന്റെ കുടുംബത്തിന് ഇത് കനത്ത ആഘാതമായി മാറുന്നു. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അത് ചില കർശന വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നതാണ് പ്രധാന വ്യവസ്ഥ. ഇത് കേസിന്റെ തുടർന്നുള്ള നടപടികളിൽ പ്രതിഭാഗത്തിന്റെ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവുകൾ നശിപ്പിക്കാനോ ശ്രമിക്കരുത്, കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുത് തുടങ്ങിയ സാധാരണ ജാമ്യ വ്യവസ്ഥകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യം ലഭിച്ചതോടെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തടവിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും. എന്നാൽ വിചാരണ പൂർത്തിയാക്കുന്നതുവരെ അവർ നിയമത്തിന്റെ നിരീക്ഷണത്തിൽ തുടരുക തന്നെ ചെയ്യും.